ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ പിങ്കി ഉള്ള കാര്യം ഗൗതത്തിനോട് പറയുവാണ്. അപ്പം നന്ദ ഈ കോമ്പൗണ്ടിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് ഗൗതം പറയുന്നത്. നിങ്ങളുടെ സമ്മതമൊന്നും നന്ദയ്ക്ക് ആവശ്യമില്ല എന്ന് പിങ്കി അങ്ങ് പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഗൗതം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക പിങ്കി പറഞ്ഞതിനെ പറ്റി. പറഞ്ഞു തീർന്നില്ല, നമ്മുടെ നന്ദ ഇന്ത്യവരത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് തന്നെ ചെന്ന് കയറുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേശ്വരനാണെങ്കിൽ പിള്ളേരെ രണ്ടുപേരെയും ചേർത്തിരുത്തി കഥയും കളികളൊക്കെ കളിക്കുക. അപ്പോൾ മക്കളെ ശരിക്കും കളിക്കുക, വീഴല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവാം മുത്തശ്ശ എന്ന് മഹേശ്വരനോട് ഈ ഗൗരിക്കുട്ടി പറയും. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും കളിച്ചോ, പക്ഷെ വീണിട്ട് കാൽമുട്ടിലെ തൊലി വല്ലതും കളഞ്ഞ അപ്പം കാണിച്ചു തരാം മുത്തശ്ശൻ എന്ന് പറഞ്ഞു മഹേശ്വരൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുക. അപ്പം ഗൗരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞു. ഗൗരി എണ്ണുന്നു, നമ്മുടെ നന്ദൂട്ടൻ ഒളിച്ചു. അപ്പോഴേക്കും അവിടേക്ക് നന്ദ വരുന്നു, ഈ കാഴ്ച കാണുന്നു. നന്ദ എന്നിട്ട് വേഗം ഒളിച്ച് നിൽക്കുക കേട്ടോ, ഇതെന്താ ഇവർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് ഗൗതം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്താടാ അച്ഛൻ ചോദിക്കുമ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നന്ദ എപ്പോൾ വേണമെങ്കിലും കയറി വരാം എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയുള്ളൂ കമ്മീഷണറുടെ വീട്ടിലേക്ക്. അപ്പം നന്ദി ഇതൊക്കെ അവിടെ നിന്ന് കേൾക്കുക. അപ്പം നന്ദി ഇതെല്ലാം കേട്ടിട്ട് സങ്കടത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഗൗരി ഇവിടെയല്ലേ അച്ഛാ, അപ്പം നന്ദ വരികയാണെങ്കിലും ഇവിടേക്കല്ലേ വരികയുള്ളൂ എന്ന് ഗൗതം അച്ഛനോട് ചോദിക്കുന്നു. ഇത് കേട്ടപ്പം ഈശ്വര, എന്താ ഇപ്പം ഇതിനൊരു പോംവഴി, മോളെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നല്ലോ എന്നൊക്കെ നന്ദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് കരുതിയിരിക്കണമെന്നൊക്കെ പറയുമ്പം അങ്കിളെ എന്ന് പറഞ്ഞിട്ട് കൊച്ച് ഗൗതത്തിനോട് ചോദിച്ചു. അപ്പോൾ നന്ദ എവിടെ ഒളിച്ചിരിക്കുന്നത് ഒന്ന് കണ്ടുപിടിക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെന്താ മോളെ വാ എന്നും പറഞ്ഞ് അങ്ങനെ ഗൗരിയെ എടുത്തുകൊണ്ട് ഗൗതം അവിടെ നിന്ന് പോവുക. അപ്പോൾ അച്ഛാ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അച്ഛൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് മഹേശ്വരനെ നിൽക്കുക. അപ്പോൾ അച്ഛനൊന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഗൗതം എന്നിട്ട് ചുറ്റിനും നോക്കി വെച്ചിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോയി. മഹേശ്വരൻ നേരം ഗൗതം പറഞ്ഞതുപോലെ തന്നെ നോക്കാൻ ഇറങ്ങും. അപ്പോൾ എങ്ങനെയെങ്കിലും മോളെ അടുത്ത് കിട്ടാതെ പറ്റില്ല എന്നുള്ള ഇതിൽ നന്ദ ഇങ്ങനെ അവിടെ ഒളിച്ച് തന്നെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ മോഹിനിയും പവിത്രയും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. അതും ഗൗരിയെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതിനെ പറ്റിയാണ് ആ കനകമ്മ പറയുന്നത്. ഈ ഗൗതത്തിന് എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ പെങ്കൊച്ചിനെ അവളുടെ കയ്യിൽ കൊടുത്തു വിടുന്നതിന് പകരം ഇവിടെ പിടിച്ചു വെച്ചിരിക്കാം. ഇത് ഇപ്പം തന്നെ കാല് വയ്യാത്ത ഒരെണ്ണം ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ നന്ദമോൻ സ്വന്തം മോനല്ലല്ലോ, ഇതിപ്പോൾ സ്വന്തം രക്തത്തിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ ഗൗതം സാറിന് ചുമ്മാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ കനകമ്മ ചോദിക്കാം. ഗൗതമേട്ടന് വലിയ ആശ്വാസം പോലെ ഗൗരിയെ കിട്ടിയത്. സ്വന്തം രക്തത്തിലൊരു കുഞ്ഞ് പിറക്കുന്നത് വലിയ സന്തോഷമല്ലേ, എത്ര പേർക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാണ്ടായിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്ര പറയുമ്പോൾ അങ്ങനെ നാട്ടിൽ പലതും കാണും, ഇവിടുത്തെ അവസ്ഥ മാത്രം നീ നോക്കിയാൽ മതിയെന്ന് പവിത്രയോട് മോഹിനി. ഇവിടെ ഈ തറവാട്ടിലെ രക്തത്തിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നുണ്ടല്ലോ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പവിത്ര പറയുമ്പോൾ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക പവിത്രയും കനകമ്മയും. പിന്നെ ഇനിയിപ്പോൾ ഉറപ്പിച്ചൊരു തന്തയില്ലാത്ത കൊച്ചിനെ നന്ദ പ്രസവിച്ചു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് കഷ്ടപ്പെട്ട് വിശ്വസിച്ച് സ്വന്തമാണെന്ന് തലയിൽ ചുമന്ന് നടക്കേണ്ട കാര്യമൊന്നും ഇല്ല ഗൗതമിന്, അതിൻ്റെ യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഗൗതം സാർ ഒരു കാരണവശാലും ഗൗരിയെ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു വെച്ചിരിക്കുക. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് പോലീസ് കാവൽ വരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് കേട്ടതെന്നൊക്കെ കനകമ്മ ഇവിടെ നിന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ പോലീസ് ഒന്ന് കാവൽ കടന്നാൽ പിന്നെ ഈ പറയുന്ന നന്ദ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെ കനകമ്മയ്ക്ക് അവളെ അറിയാൻ മേലാത്തത് കൊണ്ടാണ്, നീറ് പോലെ അവൾ നിൽക്കും, മരിച്ചാലും അവൾ പിടിവിടത്തില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞു. ഒരു കണക്കിനെ അത് ശരിക്കും പറഞ്ഞാൽ നന്നായതേ ഉള്ളൂ. പിന്നെ ഞാൻ 2 പേരോടുമായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളത് കേട്ടോളണമെന്ന് പറഞ്ഞിട്ട് ഈ പവിത്രയോടൊക്കെ പറയാം. ഇതിപ്പോൾ ആളെ മുറുകാൻ പോവുകയാണെന്നും നമ്മളത് അറിഞ്ഞേ കളിക്കാൻ പാടുള്ളൂ, നമ്മുടെ ഈ ഒരു ലക്ഷ്യം നന്ദയെയും ഗൗരിയെയോ ഇവിടെ അടുപ്പിക്കാതെ നോക്കുക എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞ് മോഹിനി ക്ലാസ് എടുത്ത് കൊടുക്കണം ഇവർക്ക്. അങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ ക്ലാസ് എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ മോഹിനി പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ചെവിയിൽ കയറ്റി വെച്ചേക്കാണ് നമ്മുടെ കനകമ്മയാണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കനകമ്മ ഓരോ സംശയങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പം പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇങ്ങോട്ടൊന്നും പറയാൻ വരണ്ട, പറഞ്ഞനുസരിച്ച് പെരുമാറിയാൽ മതി, ഈ തറവാട്ടിലെ അനന്തരാവകാശിയായി നമ്മുടെ കൊച്ചു മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് പവിത്രയോടും ഈ കനകമ്മയോടും മോഹിനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കനകമ്മ. പവിത്രയുടെ ഉള്ളിൽ പഞ്ഞി വെച്ചാൽ കത്തും, പവിത്ര അങ്ങനെ ടെൻഷൻ അടിച്ചാൽ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നന്ദ ഇങ്ങനെ ആ വീടിൻ്റെ പരിസരത്തോടെ ഇങ്ങനെ നടക്കുക. മഹേശ്വരൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക തിരിഞ്ഞു നിന്ന്. ആ സമയം കൊണ്ട് നമ്മുടെ നന്ദ വീടിനകത്തേക്ക് കയറിയിട്ട് അതിലെല്ലാം നോക്കുക കേട്ടോ. അതിലൊന്നും നോക്കിയിട്ട് കൊച്ചിനെ കാണുന്നില്ല.
അങ്ങനെ തപ്പി തപ്പി നന്ദ ഇതിലെയൊക്കെ ചെന്നു. എന്നിട്ട് പതുക്കെ സ്റ്റെയർ കയറി അവിടെ ഇവിടെയൊക്കെ കയറി ചെന്നങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ നന്ദ ആ ഒരു സ്റ്റെയറിൻ്റെ അടിയിൽ കയറിയിരിക്കുന്ന ഈ ഒരു സമയത്ത് പവിത്രയും കനകമ്മയും കൂടി അവിടെ ഇരുന്ന് കൊച്ചു വയറ്റിലില്ലാത്ത കാര്യം ആരോട് ഇന്ന് പറയും എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ആരോട് വേണമെങ്കിലും പോയി പറഞ്ഞോ, എൻ്റെ അടുത്ത് നിങ്ങളൊന്നും പറഞ്ഞു വരണ്ട, എനിക്ക് കുറച്ച് സ്വൈര്യം വേണമെന്നൊക്കെ പറഞ്ഞ് പവിത്ര പറയാം. അപ്പോൾ എനിക്കും വേണം സ്വൈര്യം, എൻ്റെ ഒരേ ഒരു ഓടപ്പിറന്നാളുടെ മോൻ്റെ വാസ്തുവേലിയ വെറുതെ കായും വീശി എനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റത്തില്ല, ദേ ഒരു 25,000 രൂപയെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഗൃഹപ്രവേശന ചടങ്ങിന് പഴങ്കോടി കൊടുത്തുകൊണ്ടൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ, പുതിയ സാരി വാങ്ങണമെന്നൊക്കെ പറഞ്ഞ പവിത്രയെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക കനകമ്മ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പവിത്രയെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പെറാൻ കഴിവില്ലാതെ എല്ലാവരും ചവിട്ടി തേച്ചിട്ടിരിക്കുന്ന പവിത്രയെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് സിംഹാസനത്തിൽ കയറ്റിയിരുത്തിയത് ഞാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ആ പേരിൽ കുറേയേറെ സമ്പാദിച്ചില്ലേ, കൈക്കൂലിയായും ആഹാരമായും മനസ്സും വയറും നിറച്ച് തന്നിട്ടില്ല ഞാനെന്ന് പവിത്ര ചോദിച്ചപ്പോൾ തന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും എനിക്ക് തന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ, പക്ഷേ ഇനിയും തരണം. അപ്പോൾ പറ്റില്ല, ഇനി ഒരു നയ പൈസ പോലും ഞാൻ തരില്ല എന്ന് പവിത്ര പറയുമ്പം തരൂ, പാട്ടും പാടി കൊണ്ടുവന്ന് നീ തരുമെന്ന് കനകമ്മ പവിത്രയോട് പറയുക. ഇല്ലെങ്കിലുണ്ടല്ലോ ദേ ഞാൻ ഈ ഒഴിഞ്ഞു കിടക്കുന്ന വയറിൻ്റെ കഥ ആദ്യം അറിയിക്കുന്നത് അരുൺ സാറിനെ ആയിരിക്കും എന്ന് ഇങ്ങനെ പറയുമ്പോൾ പവിത്ര ഞെട്ടി. ഞാൻ പോയി പറയട്ടെ, നിങ്ങളിവിടെ നിൽക്കും, ഞാൻ വല്ലതും തരാമെന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ഒന്ന് പൈസ എടുക്കാനായിട്ട് പോയി. പവിത്ര തരാമെന്നും പറഞ്ഞങ്ങ് പോയി. കനകമ്മ ഇങ്ങനെ ആകെ വെപ്രാളം കയറി നിൽക്കുക. ആ തൊട്ടടുത്ത നിമിഷം തന്നെ അരുൺ അങ്ങോട്ടേക്ക് വരുന്നു. ഇവരുടെ ഗൂഢാലോചനകളും കാര്യങ്ങളും കാണും കേട്ടോ. അപ്പോൾ അരുൺ ഇതൊക്കെ കേട്ടോ എന്നുള്ളൊരു പേടി പവിത്രയ്ക്ക്, ഭയങ്കര പേടി. പവിത്ര ആകെ വിറങ്ങലിച്ച് അവിടെ നിൽക്കുക. അപ്പം എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മ പവിത്ര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രക്ഷപ്പെട്ട് അങ്ങ് പോയി. അപ്പോൾ കനകമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അരുണിനെ കണ്ടതും പവിത്രയാണെങ്കിൽ കയ്യിലെ വിരലുകളിലൊക്കെ ഒടിച്ചോണ്ടിരിക്കുക ടെൻഷൻ കയറിയിട്ട്. അങ്ങനെ വെപ്രാളം കയറി നിൽക്കുന്ന ആ ഒരു സമയത്ത് അരുൺ അങ്ങോട്ടേക്ക് ചെന്നു. എന്തായിരുന്നു രണ്ടുപേരും കൂടി ഇവിടെ ഒരു സ്വകാര്യം എന്നൊക്കെ ചോദിക്കുമ്പം എന്ത് സ്വകാര്യം, അവരിങ്ങനെ ഓരോന്നൊക്കെ പറയും, ഞാനതൊക്കെ കേൾക്കും, അത്രേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പവിത്ര പറയുക. അല്ല അരുണേട്ടൻ എവിടെയായിരുന്നു ഇത്രയും നേരം? അത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു, അവനും ഭാര്യയും ഡിവോഴ്സ് ആകാൻ പോവുകയാണെന്ന് പറഞ്ഞെന്ന് പറയുമ്പം ഡിവോഴ്സോ, എത്ര നിസ്സാരമായിട്ടാണ് ആൾക്കാർ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നേ എന്ന് നമ്മുടെ പവിത്ര. അപ്പോൾ നിസ്സാരം ഒന്നൊന്നും പറയാൻ പറ്റില്ല, പ്രശ്നം അത് ഗുരുതരമാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം പരസ്പരം കുറച്ച് വിട്ടുകൊടുക്കുകയൊക്കെ വേണം, ക്ഷമിക്കണം, എന്നാലേ ബന്ധങ്ങൾ നിലനിന്ന് പോവുകയുള്ളൂ എന്ന് പവിത്ര പറയുമ്പം ഇതങ്ങനെയൊന്നും അല്ല, അവൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതെങ്ങനെ അവൻ സഹിക്കുമെന്ന് പറഞ്ഞ് നീ പറയാനൊക്കെ പറഞ്ഞു. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് മറ്റൊരാളുമായിട്ട് ബന്ധം പുലർത്തുന്നോ? അങ്ങനെ വരുത്തിയ അവൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് വെക്കണമെന്ന് പവിത്ര അരുണിനോട് പറയുമ്പോൾ അരുൺ ഇരുന്നിങ്ങനെ ആലോചിക്കും, ഇവളെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പിന്നെ അരുണേട്ടൻ്റെ കൂട്ടുകാരനെടുത്ത തീരുമാനം കറക്റ്റ് ആണെന്ന് പവിത്ര പറയാം. അപ്പം മനുഷ്യരല്ലേ, ചില സാഹചര്യങ്ങളിലൊക്കെ ദുർബലരായി പോയെന്നൊക്കെ ഇരിക്കാം, ഒന്ന് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പം വേറെന്തും ക്ഷമിച്ചോട്ടെ, പക്ഷെ അവിഹിതം അതുമാത്രം ഒരു കാരണവശാലും ക്ഷമിക്കാൻ പാടില്ല, അത് ആണിൻ്റേതായാലും പെണ്ണിൻ്റെ ആയാലും അങ്ങനെ തന്നെയാണെന്നൊക്കെ പവിത്ര ഇരുന്ന് പറയുന്നുണ്ട്. അവിഹിതിക്കാൻ പോയിരിക്കുന്നു നാണം കെട്ടവള് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പവിത്ര അകത്തേക്ക് കയറിപ്പോയി. പവിത്ര അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അരുൺ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ഇവളെന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോണേ. അങ്ങനെ ആ ഒരു ഇതിൽ അരുണിന് ഒരു എത്തും പിടിയും കിട്ടാതെ അരുൺ ഇങ്ങനെ ആകെ സമനില തെറ്റി നിൽക്കാം. ഇത്രയും എതിർപ്പ് ഇവൾ പറയണമെങ്കിൽ ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല, പിന്നെ എന്താ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അരുൺ തല പുകഞ്ഞ് ആലോചിക്കുക. ഈ സമയത്ത് സ്റ്റെയറിൻ്റെ അടിയിലിരുന്ന് നമ്മുടെ നന്ദ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടിയാൽ എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാവം അവിടെ ഇരിക്കുക കേട്ടോ, ആരും കാണല്ലേ എന്നുള്ള ആ ഒരു ഇതിൽ. ഈ സമയത്ത് ഈ ഗൗരിയും നന്ദുവും ഗൗതവും കൂടി ഒരു ഫോട്ടോയൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ വന്നപ്പോൾ ഈ ഫോട്ടോ എന്തിനാണ് ഇവിടെ വെക്കുന്നതെന്ന് നന്ദുട്ടൻ ഗൗതത്തിനോട് ചോദിച്ചു. നമുക്കിത് അവിടെ വെക്കാമെന്നും പറഞ്ഞ് അല്ല ഗൗരി മോളെ എന്നൊക്കെ അഭിപ്രായം ചോദിക്കാം. അപ്പോൾ അങ്കിളിന് ഇഷ്ടമുള്ളടത്ത് വെച്ചോളാൻ ഗൗരി പറയുന്നു. അങ്ങനെ ഈ ഗൗതം എന്ത് ചെയ്തെന്ന് പറയാം. അപ്പോൾ നന്ദ ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണുക, പിന്നെ ഗൗതം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൗതം ആ ഫോട്ടോ ഇതെടുത്തിട്ട് അവിടെ ഗൗതവും നന്ദൂട്ടനും ഗൗരിയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ആക്കി അത് ഫ്രെയിമിൽ ചെയ്ത് അവിടെ വെക്കുക കേട്ടോ. ഇതൊക്കെ നന്ദ കണ്ട് ചങ്ക് തകരും, നന്ദയ്ക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ നന്ദ ഇതെല്ലാം കാണുന്നപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗൗതം പിങ്കിയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എന്ന്. പിങ്കി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അതിനകത്ത് അച്ഛനും 2 മക്കളും മാത്രമേ ഉള്ളൂ, പിങ്കി ഇല്ല. പിങ്കി അപ്പോൾ ഫാമിലി പെട്ടതല്ല എന്നുള്ളൊരിത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം നന്നായിട്ടുണ്ടെന്ന് പിങ്കി പറഞ്ഞു.
ഇതെല്ലാം പിങ്കി പറയുന്നതെല്ലാം നന്ദ അവിടെ ഇരുന്ന് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുക. പിങ്കിക്ക് ഭയങ്കര കലിപ്പായി തുടങ്ങി കേട്ടോ. പിങ്കിക്ക് ഭയങ്കര ദേഷ്യമായി തുടങ്ങി ഇപ്പം ഇതൊക്കെ കണ്ടട്ടെ. അല്ല ഗൗതം, ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 3 പേരെ അതിലുള്ളല്ലോ, അതിൽ ഞാനില്ലല്ലോ എന്ന് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കുമ്പോൾ ഗൗതം ഇങ്ങനെ തലയൊക്കെ മാന്തിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. എന്താ അതിൻ്റെ അർത്ഥം ഗൗതം? ഗൗതം എന്നെ ഈ 3 പേരുടെയും ജീവിതത്തിൽ കൂട്ടിയിട്ടില്ല എന്നുള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഒക്കെ കേട്ടിട്ട് നന്ദയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല. കൊച്ചിനെ എങ്ങനെയെങ്കിലും കൈ കിട്ടണമല്ലോ. അപ്പം അമ്മ, അതിലമ്മയില്ലേ? അമ്മയല്ലേ എന്ന് ചോദിച്ചു. അതെ, അമ്മ മാത്രമായി ഞാൻ മാറുകയാ മോനെ എന്നിങ്ങനെ പറഞ്ഞപ്പം അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു ഗൗരി. അതൊന്നും പറഞ്ഞാൽ മോൾക്ക് മനസ്സിലാവില്ല കേട്ടോ, പക്ഷേ ദേ നിങ്ങളുടെ പപ്പയ്ക്ക് അത് മനസ്സിലാകുമെന്ന് പിങ്കി പറയാം. അല്ല ഗൗതം എന്നൊക്കെ പിങ്കി ഇങ്ങനെ ഗൗതത്തിനെ കുത്തിയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യവും ഇതെല്ലാം പറഞ്ഞ് ഈ പിങ്കി ഇങ്ങനെ പറയുമ്പോൾ, പിങ്കി നോക്ക്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത് എന്ന് ഗൗതം പിങ്കിയോട് പറയുമ്പോൾ, ശരി, ഇല്ല, ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ആ എസ് ഐയും പോലീസുകാരും ഗൗതത്തെ തിരക്കി പുറത്തു ഇരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങൾ പിങ്കി പറയുമ്പോൾ നന്ദ ഞെട്ടി. നന്ദി ഇതെല്ലാം അവിടെ ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാണല്ലോ. പാവത്തിന് ഒരു രക്ഷയില്ല, അനങ്ങാൻ പോലും പറ്റുന്നുമില്ല. എന്നിട്ട് നീ എന്തത് ആദ്യം പറയാത്തത്? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് കാര്യമൊന്നും ചോദിച്ചുകൊണ്ട് പിങ്കിയോട് ദേഷ്യപ്പെടുക ഗൗതം. ഇമ്പോർട്ടൻ്റ് കാര്യമോ? എനിക്ക് തോന്നിയത് അതൊരു അനാവശ്യ കാര്യമാണെന്നാണെന്ന് പിങ്കി അന്നേരം ഗൗതത്തിനോട് തിരിച്ചു പറഞ്ഞു. നിഴലിനോട് യുദ്ധം ചെയ്യുന്നു എന്നൊരു പ്രയോഗമുണ്ട്. എത്ര യുദ്ധം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഗൗതമെന്നും പിങ്കി പറയുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നന്ദയ്ക്ക് ഭയങ്കര ഒരിത്. നിങ്ങൾ തോറ്റു പോവത്തേ ഉള്ളൂ എന്ന് തറപ്പിച്ച് പറയുമ്പോൾ ചില യുദ്ധങ്ങൾ ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന കാര്യം ഗൗതം പറയുക. ഇതെല്ലാം കേൾക്കുന്ന നന്ദ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ഇയാൾ എന്താ ഉദ്ദേശിക്കണം, ഇയാളെന്താ ഇങ്ങനെ പറയണേ എന്നൊക്കെയുള്ളത്. പിങ്കിയുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഈ ഗൗതം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ പിങ്കി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക പിള്ളേരുടെ അടുത്ത്. പിങ്കിക്കാണെങ്കിൽ ഗൗതത്തിൻ്റെ ആ ഒരു രീതികളൊന്നും ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നുമില്ല. ഭയങ്കര ആലോചന ഒക്കെ ആയിട്ട് പിങ്കി അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നന്ദ പിന്നെ അവിടെ നിന്ന് ആലോചിക്കാനും തുടങ്ങി. പിങ്കി അന്നേരം ഇവർ 3 പേരും കൂടി ഇരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി സങ്കടപ്പെട്ട് നിന്ന് കരയുന്നതൊക്കെ നന്ദ അവിടെ ഇരുന്ന് കാണുക. അപ്പോൾ നന്ദ അവിടെ ഇരുന്ന് ഈ പിങ്കിയുടെ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പിങ്കി പോകാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു മിന്നായം പോലെ പെട്ടെന്ന് നമ്മുടെ പിങ്കി എന്ത് ചെയ്തു നോക്കി. അപ്പോഴേക്കും നന്ദയെ കണ്ടു. അപ്പം നന്ദയെ പിങ്കി കണ്ടപ്പോൾ ദേ നന്ദ എന്നും പറഞ്ഞിട്ട് പിങ്കി ഭയങ്കരമായിട്ട് വെപ്രാളം കയറുക. ആ സമയത്ത് ഇവർ പരസ്പരം കണ്ടു കേട്ടോ. എന്തായാലും പിങ്കി ഒരിക്കലും നന്ദ ഒറ്റ കൊടുക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ ഈ ഗൗതത്തിനോട് അവരൊരു ഡോക്ടറല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ SI സംസാരിക്കാം. ക്രിമിനലുകളെ പോലെ ചാടി രക്ഷപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ ഗാർഡിൽ അയാൾ കാണാതെ പുറത്തിറങ്ങാൻ പറ്റുമോ? അപ്പോൾ ചായ കുടിക്കാനോ മറ്റോ പോയതാണെന്ന് പറഞ്ഞപ്പോൾ ചായ അടിക്കാനാണോ അവനൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക ഗൗതം. നിലവിട്ട് സംസാരിക്കാം. ഗൗതം ഇതെന്താ ഇത്? എന്തൊക്കെയായാലും നടന്നു. ഇനിയിപ്പോൾ നന്ദ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുമോ എന്ന് അച്ഛൻ ചോദിക്കാം മോനോട്. അത് ഈ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ SI പറയുമ്പം എന്തായാലും ഇവിടേക്ക് വന്നിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല, അച്ഛൻ ഫുൾ ടൈം ഫോണിലല്ലായിരുന്നു എന്ന് ചോദിച്ചു. എടാ അത് പിന്നെ ഞാൻ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നേടാ, എന്തായാലും ശ്രദ്ധ കൊടുത്തില്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു ഗൗതം. അപ്പോഴേക്കും പിള്ളേർ ഇറങ്ങി വന്നു. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞങ്ങൾ കളിക്കാൻ വന്നതാ പപ്പ എന്ന് നന്ദൂട്ടൻ. അപ്പോഴാ നന്ദി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഗൗരിയെ കാണണ്ട എന്ന് ഗൗതം മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. എന്നിട്ട് പിള്ളേരെ അകത്തേക്ക് ഉന്തി തള്ളി പറഞ്ഞു വിടുക, മക്കളകത്ത് പോയിരുന്നു കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഗൗതം എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടലുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് നന്ദയ്ക്ക് രക്ഷകയായിട്ട് എന്തായാലും പിങ്കി അവിടെ എത്തിയിട്ടുണ്ട്. അത് ഈ പൊട്ടൻ ഗൗതം അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കി കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എത്രയൊക്കെ ഗൗതം എത്രയൊക്കെ ഉയരത്തിൽ പറക്കാൻ ശ്രമിച്ചാലും നന്ദയെന്ന അമ്മയെ ഒരിക്കലും ധിക്കരിക്കാനോ കണ്ടില്ലെന്ന് വെക്കാനോ ആർക്കും കഴിയാതെ വരുന്നൊരു സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.